ഇന്റർനാഷണൽ ഇസ്ലാമിക് യൂണിവേഴ്സിറ്റിയിലാണല്ലോ നിങ്ങൾ പഠിച്ചത്. മറ്റു യൂണിവേഴ്സിറ്റികളിൽ നിന്ന് ഇന്റർനാഷണൽ ഇസ്ലാമിക് യൂണിവേഴ്സിറ്റിക്ക് എന്താണ് പ്രത്യേകത? അത് വ്യത്യസ്തമാക്കുന്നത് എങ്ങനെയാണ്? 40 വർഷങ്ങൾക്ക് മുന്നേ ഇന്റഗ്രേഷൻ ഓഫ് എഡ്യൂക്കേഷൻ എന്നുള്ള ഒരു കോൺസെപ്റ്റിൽ തുടങ്ങിയ ഒരു യൂണിവേഴ്സിറ്റിയാണ് IIM. നമ്മൾ ഇന്ന് IIMലേക്ക് നോക്കുമ്പോൾ 7 കോണ്ടിനെന്റ്സ് എന്നുള്ള സ്റ്റുഡൻസ് ഇവിടെ പഠിക്കുന്നുണ്ട്. ഓൾമോസ്റ്റ് 28,000 സ്റ്റുഡൻസ് കറന്റ് ഇവിടെ പഠിച്ചുകൊണ്ടിരിക്കുന്നുണ്ട്. IIMന്റെ അണ്ടറിൽ 7 ക്യാമ്പസുകൾ നിലവിലുണ്ട്. അതിൽ തന്നെ ക്വാന്താൻ ക്യാമ്പസിലാണ് ഞാൻ പഠിച്ചത്. അവരുടെ മെഡിക്കൽ കോഴ്സുകളൊക്കെ അവിടെയാണ് നൽകപ്പെടുന്നത്. എന്നിരുന്നാലും അവരുടെ ഹെഡ് ക്യാമ്പസായ ഗോംബാക്കിലും എന്റെ ഒരു സെമസ്റ്റർ ഞാൻ പഠിച്ചിട്ടുണ്ട്. അപ്പം കൂടുതലായിട്ട് നമുക്ക് ഇന്റർനാഷണൽ നെറ്റ്വർക്കിംഗ് ഉണ്ടാക്കാൻ കഴിയുന്ന ഒരു യൂണിവേഴ്സിറ്റിയാണ് മലേഷ്യയിൽ IIM. ഒരുപാട് കൺട്രീസിൽ നിന്നുള്ള സ്റ്റുഡൻസ് ഇവിടെ പഠിക്കുന്നത് കൊണ്ട് തന്നെ നമുക്ക് ഒരുപാട് ഇന്റർനാഷണൽ നെറ്റ്വർക്കിംഗ് ഇവിടെ ഉണ്ടാക്കിയെടുക്കാൻ കഴിയും. പല കൺട്രീസിൽ നിന്നുള്ള ഫ്രണ്ട്സ് നമ്മുടെ ഫ്രണ്ട് സർക്കിളിലേക്ക് വരും. ഫോർ എക്സാമ്പിൾ, ഇംഗ്ലണ്ടിൽ നിന്നുള്ള ഒരു ഫ്രണ്ട്സ് നമുക്ക് ഉണ്ടാവാന്നൊക്കെ വെച്ചാൽ ഒരു മലയാളി എന്നുള്ള നിലക്ക് എനിക്കതൊന്നും ചെറുതല്ല. അതുപോലെ തന്നെ ഇത്രയും വ്യത്യസ്തതയിൽ നിന്ന് വരുന്ന സ്റ്റുഡൻസിനൊക്കെ ഇവിടെ ജീവിച്ചു പോകാനുള്ള തരത്തിലുള്ള മൾട്ടി കൾച്ചറൽ ആംബിയൻസ് ആണ് ഈ യൂണിവേഴ്സിറ്റി കൊടുക്കുന്നത്. അത് ഫുഡിലായാലും ഡ്രസ്സിങ്ങിലായാലും ഒക്കെ വളരെ ഒരു ഓപ്പൺ വൈബാണ് ഇവിടെ നമുക്ക് കിട്ടുന്നുള്ളത്. ഞാൻ എന്റെ റിസർച്ചുമായിട്ട് ബന്ധപ്പെട്ട് മലേഷ്യയിലെ തന്നെ മറ്റൊരു യൂണിവേഴ്സിറ്റിയിലാണ് എന്റെ മാസ്റ്റേഴ്സ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ IIMന്റെ പുറത്തേക്ക് ഇറങ്ങിയപ്പോഴാണ് ശരിക്കും ഇതിന്റെ ഭംഗി ഞാൻ മനസ്സിലാക്കാൻ തുടങ്ങിയത്. IIMന്ന് നമുക്ക് കിട്ടുന്ന ആ ഒരു സിസ്റ്റർഹുഡ്, ബ്രദർഹുഡ്, ആ ഒരു ഇസ്ലാമിക് വൈബ് മലേഷ്യയിലെ മറ്റൊരു യൂണിവേഴ്സിറ്റിയിൽ നിന്നും നമുക്ക് ലഭ്യമല്ല. അതുപോലെ തന്നെ ലോകത്ത് പല ഇസ്ലാമിക് ക്യാമ്പസുകളും നമുക്ക് അറിയാൻ കഴിയുമല്ലോ. അതിൽ നിന്നൊക്കെ വ്യത്യസ്തമായി മോഡേൺ ആൻഡ് ഇസ്ലാമിക് എഡ്യൂക്കേഷൻ വളരെ ഇന്റഗ്രേറ്റഡ് രീതിയിലാണ് ഇവിടെ നമുക്ക് നൽകപ്പെടുന്നത്.